തൃശ്ശൂർ, കാസർഗോഡ്, പത്തനംതിട്ട ജില്ലയിലെ ഫൈനൽ ആൻസർ കീ വന്നു. അതിൽ 4 ഡിലീഷൻസും 2 ആൻസർ ചേഞ്ചുമാണ് വന്നേക്കുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൽഫ കോഡ് എ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ സി, സഹോദരൻ അയ്യപ്പൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, രണ്ടും ശരിയാണ് എന്നുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. 4, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ, CR ദാസും മോത്തിലാൽ നെഹ്റു. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു. ഏത് സംഭവമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ എ, ഗ്ലോറിയസ് റവല്യൂഷനാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമല്ലാത്തത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? ഓപ്ഷൻ ബി, മാൻഡിലാണ് ആൻസർ. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓപ്ഷൻ എ, കറുത്ത മണ്ണാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണ് ഇത്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി, സ്ട്രാറ്റോസ്ഫിയറിലാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഓപ്ഷൻ സി, ഇൽമനൈറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ, കർണാടകയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷമാണ് 1951. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി, 2015 ആണ്. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം എന്നുള്ളതാണ് ആൻസർ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യന് ഡിലീറ്റഡ് ആണ്. ഇന്ത്യയിൽ GDP കണക്കാക്കുന്നത് ആരാണ്? അതിൽ CSO എന്നുള്ളതായിരുന്നു നേരത്തെ കൊടുത്തിരുന്ന ആൻസർ. അപ്പം PSC ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി, ഡിജിറ്റൽ ഇന്ത്യ ആണ് ആൻസർ. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ, ഡോക്ടർ MS സ്വാമിനാഥൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ ബി, സുമൻ ബെറി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, 1ഉം 3ഉം മാത്രം എന്നുള്ളതാണ് ശരി. സോഷ്യലിസ്റ്റ്, സെക്കുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അതുപോലെ അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? ഓപ്ഷൻ സി, അക്കാമ ചെറിയാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? ഓപ്ഷൻ ബി, കാനഡയാണ് ആൻസർ. അടുത്തത് 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? PSC ഇതിൽ ആൻസർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ആൻസർ ചേഞ്ച് വരുത്തിയപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവയൊന്നുമല്ല. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്,
കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം, ഇതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് എന്നാണ്. ഓപ്ഷൻ ബി വനമാണ് ആൻസർ. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? ഓപ്ഷൻ സി 4 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരി ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ഇവിടെ ശരി. അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ്. അപ്പം ഓപ്ഷൻ സി 1 മാത്രം എന്നുള്ളതാണ് ശരി. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ കാലക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യം വരുന്നത് പണ്ടാരപ്പാട്ട വിളംബരം, അതിനുശേഷം കൊച്ചി കുടിയായ്മ നിയമം, അതിനുശേഷം മലബാർ കുടിയായ്മ നിയമം, അതിനുശേഷം കേരള സ്റ്റേ ഓഫ് എവിഷൻ പ്രൊസീഡിങ്സ് ആക്ട്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഇവിടെ 3 വകുപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. PSC ആദ്യം ആൻസർ കൊടുത്തിരുന്നത് ഓപ്ഷൻ ബി 1 മാത്രം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ആൻസർ ചേഞ്ച് വന്ന ഓപ്ഷൻ എ 1ഉം 3ഉം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ ഇവിടെ 1ഉം 3ഉമാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവർത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. ബാക്കി 2 പ്രസ്താവനകളും തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കേരള സിവിൽ സർവീസ് ക്ലാരിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5 എന്നുള്ളതാണ്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി. ഓപ്ഷൻ ബി ആണ് ആൻസർ. മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ പട്ടികവർഗ വിഭാഗങ്ങളുടെ. അടുത്ത ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ സി മെലാറ്റോണിൻ ആണ്. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ 3 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാൽമുട്ട എന്നിവയിൽ കാണുന്നു എന്നുള്ളതാണ്. ഇനി 37ാമത്തെ ക്വസ്റ്റ്യൻ, വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്താണ്? കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം. ഓപ്ഷൻ സി ആണ് ആൻസർ. EEG. അടുത്തത് 39ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത്? അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ്. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച കമ്പനി ഓപ്ഷൻ ബി ആസ്ട്രാസെനക്കയാണ്. അടുത്തത് 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? ഓപ്ഷൻ സി പോളോ പോണി. അടുത്തത് 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഓപ്ഷൻ സി സ്ഥിതികോർജ്ജം.
അടുത്തത് 43-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ ഡി 20 സെൻറ്റിമീറ്റർ. അടുത്ത 44-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. ഏതാണ്? ഓപ്ഷൻ ബി പാസ്കൽ നിയമം. അടുത്തത് 45-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്? റോവർ പ്രഗ്യാനാണ്. ഓപ്ഷൻ ബി പ്രഗ്യാനാണ്. അടുത്ത 46-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ്രവ്യത്തിൻ്റെ 5-ാമത്തെ അവസ്ഥ? ഓപ്ഷൻ സി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത 47-ാമത്തെ ക്വസ്റ്റ്യൻ. ഗൺ മെറ്റലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ? ഓപ്ഷൻ ബി കോപ്പർ, ടിൻ, സിങ്ക്. അടുത്തത് 48-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH? ഓപ്ഷൻ എ 5. 49-ാമത്തെ ക്വസ്റ്റ്യന്. ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം? ഓപ്ഷൻ എ ടേബിൾ സോൾട്ട് ആണ്. അടുത്തത് 50-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ഓപ്ഷൻ ഡി ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. അടുത്തത് 51-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം? ഓപ്ഷൻ സി ലിഥിയം. അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കൃതികളിലെ വരികളും അതുപോലെ എഴുത്തുകാരന്മാരെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനാണ്. അപ്പോൾ അത് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇരമൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി തോരണ യുദ്ധമാണ്. അടുത്തത് 54-ാമത്തെ ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. മുസിരീസ് പൈതൃക പദ്ധതിയുമായിട്ട് ബന്ധപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. ഇനി 56-ാമത്തെ ക്വസ്റ്റ്യൻ. ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ശരിയായ തിരഞ്ഞെടുക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ എല്ലാം തെറ്റാണ്. എല്ലാം തെറ്റായ പ്രസ്താവനകളാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി എല്ലാം തെറ്റ് എന്നുള്ളതാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന: സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം പദ്ധതി. അടുത്ത ക്വസ്റ്റ്യനും ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. അടുത്തത് 59-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ഇതിൽ ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഓപ്ഷൻ സി ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ്. ഇനി ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഓപ്ഷൻ ബി മായ OS ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 61-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? ഇത് ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 62-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറഞ്ഞവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ബ്ലൂറേ ഡിസ്ക് ആണ്. അടുത്തത് 63-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല എന്നുള്ള പ്രസ്താവന ശരിയല്ലാത്തതാണ്. അപ്പം ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 64-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പോസ്കോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ ഡി 2012-ലാണ്. അടുത്ത 65-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഓപ്ഷൻ ബി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. അടുത്തത് 66-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005. ഈ നിയമപ്രകാരം ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? ഓപ്ഷൻ എ സംരക്ഷണ ഉത്തരവുകളാണ് ശരി. അടുത്തത് 67-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും എന്നുള്ളതാണ്. ഇനി 68-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
NHRC ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. 6 അംഗങ്ങളാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത് 69ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. അതും 4 പ്രസ്താവനയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അത് ഡിലീറ്റഡ് ആണ്. അടുത്തത് 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ അതിൻ്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ഓപ്ഷൻ സി കേന്ദ്ര സർക്കാരിനാണ്. അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 0 എന്നുള്ളതാണ്. അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ ഓപ്ഷൻ ബി 137. 73ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 9 എന്നുള്ളതാണ്. അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി 125%. 75ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ 3 എന്നുള്ളതാണ്. അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ, ആൻസർ വരുന്നത് 10% ഓപ്ഷൻ സി 10%. അടുത്തത് 77ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഞായറാണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി QOL എന്നാണ്. അടുത്തത് 79 ഡിലീറ്റഡ് ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. അടുത്തത് 81ാമത്തെ ക്വസ്റ്റ്യൻ. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇൻ്റർജെൻഷൻ ആണ്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ജീൻസ് ആണ്. 83ൻ്റെ ആൻസർ ഓപ്ഷൻ സി ബെറ്റർ ആണ്. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ പുട്ട് ഓഫ് ആണ്. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓഫ് ആണ്. അടുത്ത 86ാമത്തെ ക്വസ്റ്റ്യൻ. 86ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഇഡിയമാണ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി റെയർലി. അടുത്തത് ഒരു ആൻറ്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. റെഗുലറിൻ്റെ ആൻറ്റോണിം ഓപ്ഷൻ ബി ഇറഗുലർ ആണ്. അടുത്തത് 88ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടാഗാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഓപ്ഷൻ എ ഡോൺ ബി എന്നുള്ളതാണ്. അടുത്തത് 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് 90ാമത്തെ ക്വസ്റ്റ്യൻ. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരിക. അടുത്തത് 91ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി അശോകിണിയാണ് ശരി. അടുത്തത് 92ാമത്തെ ക്വസ്റ്റ്യൻ, നാഴികയുടെ 60-1 പങ്ക്. ഓപ്ഷൻ സി വിനാഴികയാണ്. അടുത്തത് 93ാമത്തെ ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതാനാണ്. ഓപ്ഷൻ സി പരമാധികം ഉച്ചാധികം നിലയാണ് കറക്റ്റ്. അടുത്തത് 94ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്താനാണ്. പ്രമാദം എന്നുള്ളതിൻ്റെ പര്യായ കൂട്ടം ഓപ്ഷൻ ബി വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ എന്നുള്ളതാണ്. അടുത്തത് 95ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിപരീത പദം ഏത്? അധ്യാത്മം. അധ്യാത്മത്തിൻ്റെ വിപരീതം ഭൗതികമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് 96ാമത്തെ ക്വസ്റ്റ്യൻ, നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത്. നേരെ വാ നേരെ പോ എന്ന് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ ബി സത്യസന്ധമായി പെരുമാറുക എന്നുള്ളതാണ്. അടുത്തത് ചേർത്തെഴുതാനാണ്. ചേർത്തെഴുതാനുള്ളതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മലർക്കളം എഴുതി കാത്തൊരരജൻ എന്നുള്ളതാണ്. അടുത്തത് 98ാമത്തെ ക്വസ്റ്റ്യൻ, വൈരി. വൈരിയുടെ സ്ത്രീലിംഗം കണ്ടെത്തുക. ഓപ്ഷൻ എ വൈരിണിയാണ് കറക്റ്റ്. അടുത്തത് 99ാമത്തെ ക്വസ്റ്റ്യൻ. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കൊടുത്തിരിക്കുന്നത്. എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ് എന്നുള്ളതാണ് PSC ശരിയായിട്ടുള്ള ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി എന്നുള്ളതാണ് ശരി. അപ്പം PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസറുകളാണ് പറഞ്ഞത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.